മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുകയാണ്. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം തകർന്ന് അവിശ്വാസിയായ തോമ കർത്താവിനെ വിളിച്ചപ്പോൾ, ആ തിരുഹൃദയ സ്നേഹാഗ്നി കത്തിജ്വലിച്ചപ്പോൾ തോമാശ്ലീഹായുടെ അവിശ്വാസത്തിൻ്റെ അരൂപി വിട്ടുപോയി. മത്തായി സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. 18-ാമത്തെ വാക്യം, എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ നന്മ തിന്മകളുടെ ഇരിപ്പിടമാണ് എന്ത്? ഹൃദയം. നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ പറയും, അവൻ്റെ ഹൃദയത്തിൽ ഒന്നുമില്ല, നല്ലതൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ദുശ്ചിന്തകൾ. എന്തൊക്കെയാണ് ദുശ്ചിന്തകൾ? കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ അശുദ്ധമായ പ്രവൃത്തികൾ, പരസംഗം, കൊലപാതകം, ദുശ്ചിന്തകൾ, മോഷണം, വ്യഭിചാരം. ചിലരൊക്കെ പറയും ആവശ്യമില്ലാത്ത ചിന്തകൾ തന്നെ ബ്രദർ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഹൃദയം ശുദ്ധമാക്കണം. ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർക്കണം. വീണ്ടും നമ്മൾ മത്തായി സുവിശേഷത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം തന്നെ മത്തായി ശ്ലീഹ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഇതാണ്, നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അത് മത്തായി 12:35. വീണ്ടും മത്തായി 12:34 ഇപ്രകാരം പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. നന്മകളുടെ നിറകുടമായ മത്തായി 12:34 ഇപ്പോൾ കേട്ട. അപ്പോൾ നന്മകളുടെ നിറകുടമായ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഗലാത്യർ 5:22 അവിടെ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവരിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പരസംഗം, വ്യഭിചാരം, ദുർഭാഷണം, അശുദ്ധി ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ അത് മാറിപ്പോണം. അന്ധകാരം മാറിപ്പോകണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വരണം. ഇതാ ഈ വെളിച്ചം ഏത് വെളിച്ചമാണ്? ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൻ്റെ വെളിച്ചം. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഗലാത്യ 5:22 പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന, യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഹൃദയങ്ങളിലേക്കാണ് ഈ അശുദ്ധിയെല്ലാം നീങ്ങി വിശുദ്ധിയുടെ ഈ ഫലങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത്. കഴിഞ്ഞ അനേക വർഷങ്ങളായി ശുശ്രൂഷാ ജീവിതത്തിൽ പലരുമായിട്ട് ഇടപഴകുകയും കൗൺസിലിംഗ്, പ്രാർത്ഥനാ ശുശ്രൂഷ, വചനപ്രഘോഷണം ഇവയിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ അശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന അശുദ്ധിയെല്ലാം മാറിയപ്പോൾ ദൈവവചനം ശ്രവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച പല വ്യക്തികളും ആ തിരുഹൃദയത്തണലിൽ, ആ തിരുഹൃദയത്തിൻ്റെ ആ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച നിറഞ്ഞ അവസ്ഥകൾ എനിക്ക് നേരിട്ടറിയാം. ജീവിതം അടിമുടി മാറി.
അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ വചനം പങ്കുവച്ചപ്പോൾ, ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയ ജൂൺ മാസ ഭക്തി ആചരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവെ, ആണായാലും പെണ്ണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ലിതിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നതുപോലെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്നാണ് പറയുന്നത്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചിലരൊക്കെ പറയും ഒരനുഭവവും ഇല്ല, ഒരഭിഷേകവും ഇല്ല, കംപ്ലീറ്റ് കുരുക്കുകളാണ്, എന്ത് ചെയ്തിട്ടും പുരോഗതിയില്ല, ഒരാത്മീയ അഭിഷേകവും ഇല്ല, ദുശീലങ്ങൾ കൊടഞ്ഞെറിഞ്ഞിട്ട് പോലും പോകുന്നില്ല, പഴയ ജീവിത രീതിയിൽ നിന്നൊരു മേൽഗതി കിട്ടുന്നില്ല. ഇതാ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ദൈവഭക്തയായ ലിതിയായുടെ ഹൃദയത്തെ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരി, അതായത് അവർ ഒരു സമ്പന്നയായ സ്ത്രീ ആയിരുന്നു, ഒരു കച്ചവടക്കാരിയാണ്. ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ നമ്മൾ ദരിദ്രരായാലും ധനികരായാലും ആണായാലും പെണ്ണായാലും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമ്മളുടെ ഹൃദയം തുറക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16-15 കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവനാളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്ത് ചെയ്തു? കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഏതിൻ്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചപ്പോൾ എല്ലാ വിലക്കുകളും നീക്കിക്കൊണ്ട് ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് ആ ഹൃദയ പരിവർത്തനം വഴിയായിട്ട് അവൾ തയ്യാറാകുകയാണ്. അവൾ മാത്രമല്ല, കുടുംബസമേതം, അതായത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ ഞാൻ മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ, ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഞാൻ മാത്രം വചനം എഴുതിയിട്ട് എന്താ കാര്യം, ഇവിടെ വേറെ ആർക്കും ഒരു ദൈവവിചാരമില്ലെന്ന് പറയും. ഇതാ തിയത്തീറ പട്ടണത്തിൽ നിന്നുള്ള ലിദിയ വചനം കേട്ട് ഹൃദയം തുറന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവളെ തൊട്ടപ്പോൾ ആ കുടുംബം മുഴുവൻ അഭിഷേകത്തിലേക്ക് കടന്നു വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുകയാണ്. ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇനി മുതൽ തടസ്സ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോസ്തല പ്രവർത്തനം 16-31 ഒരു 100 തവണ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസം ഒരു 30 ദിവസം പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത്രയും വർഷമായിട്ടും ഒരു ഗതിയില്ല, അല്ലെങ്കിൽ ഇത്രയും കേസുകളാണ്, ഒരു നയാ പൈസ എടുക്കാനില്ല, പരാജയങ്ങൾ മാത്രമാണ്. അങ്ങനെ ആയിരിക്കാം ഇതുവരെയുള്ള കണക്ക്. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി പരിശുദ്ധാത്മാവ് മാറ്റി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ പരിവർത്തനം ഉണ്ടാകണം. ചിലർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അനുഭവം ഇല്ലാത്തത്, എന്താ ഞങ്ങളുടെ കെട്ടഴിയാത്തത്? പട്ടുവ്യാപാരിയായ ലിദിയായുടെ അനുഭവത്തിലൂടെ അപ്പോസ്തല പ്രവർത്തനം 16 പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്: നീ ഒരു ആണോ, നീ ഒരു യുവതിയാണോ, നീ ഒരു സ്ത്രീയാണോ, ഒരു ഭർത്താവാണോ, ഒരു ഭാര്യയാണോ, ഒരു മകനാണോ, ഒരു അപ്പനാണോ, അമ്മായിയമ്മയാണോ, മകളാണോ, ആരുമാകട്ടെ, ഇതാ നിൻ്റെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടോ? ഉണ്ടായിട്ടില്ല എങ്കിൽ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാത്തതിൻ്റെ കാരണം. ലിദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് കർത്താവിൻ്റെ വചനം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരുന്നു എന്ന് ലൂക്കാ 24:32 വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വെറുതെ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. 1000 പ്രാവശ്യം വചനം എഴുതി എന്ന് പറയും, നോട്ട് ബുക്ക് എഴുതി തീർന്നെന്ന് പറയും. ഹൃദയം ജ്വലിക്കുന്നുണ്ടോ? ഹൃദയ
പരിവർത്തനം ഉണ്ടോ? ഉണ്ടാകണമെങ്കിൽ തിരുഹൃദയത്തോട് ചേർക്കണം. ലൂക്കാ സുവിശേഷം 24-32 വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അപ്പോസ്തലന്മാർ പറയുന്ന സംഭാഷണമാണിത്. അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. എത്രയോ നാളായി ശാലോൺ ടിവിയിലൂടെ കേൾക്കുന്നു, ഗുഡ്നസ് ടിവിയിലൂടെ കേൾക്കുന്നു, യൂട്യൂബിലൂടെ കേൾക്കുന്നു, വചനം 1000 തവണ എഴുതുന്നു, എഴുതി കൈയൊടിഞ്ഞു പറയുന്നു, ഉടമ്പടി ചെയ്യാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ പറയാം അതിൻ്റെ കുറ്റം ഇതിൻ്റെ കുറ്റം, ഇതിൻ്റെ ഒന്നും കുറ്റമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? എവിടെ പോയാലും എന്ത് എഴുതിയാലും എന്ത് ചെയ്താലും ഏത് ധ്യാനം കൂടിയാലും ഹൃദയ പരിവർത്തനം, വചനം കേട്ട് ഹൃദയം ജ്വലിക്കണം. അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അതിന് എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 36-37 പറയുന്നുണ്ട്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 തിരുനാളിൻ്റെ അവസാനത്തെ ദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. നല്ല ശബ്ദത്തിലാണ് യേശു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ലോകത്തിൻ്റെ പുറകെ ഓടി ലോകത്തിൻ്റെ മായകൾ കൊണ്ട് നിറച്ചു, ലോകത്തിൻ്റെ ആസക്തികൾ, ലോകത്തിൻ്റെ കാഴ്ചകൾ, ലോകത്തിൻ്റെ മായാബന്ധനങ്ങൾ. എന്നിട്ട് ദാഹം ശമിച്ച ആസക്തിയും കൂടി പരവേശവും വർദ്ധിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞ. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം, ദൈവത്തിൽ വിശ്വസിച്ചാൽ ഇതെല്ലാം ശമനമുണ്ട്. ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടാണ് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. പാട്ടുവ്യാപാരിയായുടെ ലിതിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവിയായി പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം വചനത്താൽ ജ്വലിപ്പിച്ചതുപോലെ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം നിഷ്പ്രഭമായി പോകട്ടെ, അശുദ്ധിയെല്ലാം നിർവീര്യമായി പോകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയം നിറഞ്ഞ് എൻ്റെ അധരത്തിലൂടെ ഇനി വചനം, എൻ്റെ അധരത്തിലൂടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ വരട്ടെ. എൻ്റെ ഈ ജീവിതം ഇതുവരെ പലരെയും മുറിച്ചും മുറിപ്പെടുത്തിയും പ്രാഗിയും ശപിച്ചും ചീത്തവാക്കു പറഞ്ഞും അതിലൂടെ അശുദ്ധമായ മദ്യവും ലഹരി വസ്തുക്കൾ പാനം ചെയ്തും കഴിച്ചും എൻ്റെ അധരത്തെ, എൻ്റെ ഹൃദയത്തെ, ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ പോലും ഞാൻ മലിനമാക്കി. ദൈവദത്തമല്ലാത്ത പലതിനും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകി. അശുദ്ധിയുടെ ആസക്തികൾ കൊണ്ട് എൻ്റെ ശരീരവും മനസ്സും ആത്മാവും കലുഷിതമായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ തിരുഹൃദയത്തോട് ചേർത്ത്, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് എൻ്റെ ഹൃദയത്തെ അങ്ങ് ജ്വലിപ്പിക്കണമേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ജീവജലത്തിൻ്റെ അരുവികൾ എന്നിലൂടെ ഒഴുകട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത്ഭുതം നടക്കും. നമ്മുടെ ജീവിതം മാറി മറിയും, അതുറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ മാസം, ഈ ജൂൺ മാസം, നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ മാത്രമല്ല നാനാജാതി മതസ്ഥരായവർ ഈശോയുടെ തിരുഹൃദയ വണക്കമാസമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ചൊല്ലുന്നവരും ആ ഭക്തി ആചരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഹൃദയത്തെ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായിട്ട് നമ്മൾ കാണുകയാണ്. അല്ലാത്ത പക്ഷം നമ്മൾ പറയും എന്തൊരു കഠിന ഹൃദയമാണ് അവർക്കുള്ളതെന്ന് ചിലരെക്കുറിച്ചൊക്കെ പറയും. നമ്മളും മറ്റുള്ളവരുടെ കഠിന ഹൃദയം വേഗം കാണും. നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോൾ എല്ലാ സൃഷ്ടികൾക്കും പാപശാപത്തിൽ നിന്ന്, ബന്ധനം ഇന്ന് മനുഷ്യർ ഓട്ടം പിടിക്കുന്ന അവസ്ഥയാണ്. രക്ഷ നൽകാൻ വന്ന യേശുവിൻ്റെ സകല പീഡാനുഭവങ്ങൾക്കും അവസാനം പടയാളികളിൽ ഒരുവൻ ആ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ
ആ ഹൃദയത്തിൽ നിന്ന് ജലവും രക്തവും പുറത്തേക്ക് ഒഴുകി. നമ്മളിത് തിരുവചനത്തിലൂടെ പലതവണ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. രക്തവും ജീവനുണ്ട്. അതായത് യേശു തൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവനും പരിശുദ്ധാത്മാവും പുറത്തേക്കൊഴുക്കി എന്നാണ് അർത്ഥം. അപ്പം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇതാ ദൈവത്തിൻ്റെ ജീവനും പരിശുദ്ധാത്മാവും ഒഴുകി വന്ന് നിറയും. എത്ര വലിയ ദുഃഖം, എത്ര പരിഹാരമില്ലാത്ത കാര്യങ്ങളായാലും അതിന് പരിഹാരമുണ്ടായിരിക്കും. ഇതിന് നമ്മൾ എളിമപ്പെടണം. ഈശോയുടെ തിരുഹൃദയം തീർച്ചയായിട്ടും നമ്മളെ കടാക്ഷിക്കും. ഞാനൊക്കെ ഓർക്കാം, എൻ്റെ അപ്പനൊക്കെ പണ്ട് ഒത്തിരി മദ്യപാനമൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ മദ്യപിച്ച് ലഹരി തലക്കടിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേഗം തറവാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ട് കുടുംബ പ്രതിഷ്ഠാ ജപം ചൊല്ലി പുത്തൻ വെള്ളം എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് വെഞ്ചരിച്ച വെള്ളം ആ വീട്ടിലും പുറത്തും എല്ലാം തളിപ്പിക്കും, അപ്പനെ കൊണ്ട് കുടിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രതിഷ്ഠാ ജപമൊക്കെ ചൊല്ലി എല്ലാവരും മുട്ടുകുത്തി തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശാന്തതയിലേക്ക് വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നശിച്ചു പോകാതെ ഞങ്ങളൊക്കെ ഒരുപാട് വചനമൊന്നുമില്ല, ഇങ്ങനെ മാർക്കോസ് 1:5-9 തകർന്ന് തരിപ്പണമായി നശിച്ച് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ വചന അധ്യായങ്ങൾ ഇന്നൊന്നാണെങ്കിൽ നാളെ 5, നാളെ 5 ആണെങ്കിൽ മറ്റന്നാൾ 9. അത് പറഞ്ഞു തന്നത് കൊച്ചിയിലെ വിക്ടർ ബ്രദറാണ്. അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ സഹായം ഞങ്ങളെ വചനം പഠിപ്പിച്ചു തന്ന വ്യക്തിയെ പറയാൻ പഠിപ്പിച്ച് പിന്നെയാണ് പ്രശാന്തച്ചൻ്റെ അടുക്കലൊക്കെ എത്തി ധ്യാനമൊക്കെ കൂടിയത്. അപ്പോൾ പിന്നെ ചൊല്ലിയിരുന്നത് കരുണക്കൊന്ത ചൊല്ലി. നമ്മൾ കണ്ടിട്ടുണ്ട് കരുണയുടെ ഈശോയുടെ കരുണയുടെ ചിത്രത്തിൽ നിന്ന് 3 പ്രകാശരശ്മികൾ ആ ഹൃദയത്തിൽ നിന്ന് നിർഗമിക്കുന്നതായിട്ട്. ദൈവത്തിൻ്റെ അളവറ്റ കരുണ ലഭിച്ചതുകൊണ്ട് അടിമുടി മുങ്ങിക്കുളിച്ച് തകർന്നു തരിപ്പണമായ കുടുംബം, കടബാധ്യതയും രോഗവും മാറി മാറി രോഗവും അസ്വസ്ഥയും തകർച്ചയും വഴക്കും മദ്യപാനവും ദാരിദ്ര്യവും അതിൽ നിന്നെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുണയാൽ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടായി. പൊളിച്ചു മാറ്റിയതുപോലെ അത്ഭുതങ്ങൾ നടന്നു. നശിച്ചു പോകാതെ ദൈവം രക്ഷിച്ചു. അപ്പം ഞാനതൊക്കെ ഓർക്കുകയാണ്. അപ്പച്ചൻ്റെ അമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുക. അമ്മ ഓടി വരും, അമ്മേനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. ആരെയും അനുസരിക്കില്ല. അപ്പോൾ ഓടി വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് കുടുംബ പ്രതിഷ്ഠാ ജപം ചൊല്ലി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശാന്തതയിലേക്ക് അവിടെ കടന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാലിന്യങ്ങളും ദൈവം നമ്മളിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ ടിവിയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പ്രാർത്ഥനാമുറി പോലെ എത്രയോ വിജാതിയരുടെ മുമ്പിൽ വീടുകളിൽ നിസ്കരിക്കാൻ മുറി അല്ലെങ്കിൽ പൂജാമുറി, ഒരു ക്രിസ്ത്യാനി വീട് പണിയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ അർഹതപ്പെട്ട രീതിയിൽ വെക്കാൻ, ധ്യാനിക്കാൻ, ഒരു ബൈബിൾ വെക്കാൻ, അല്ലേ, ഒരു വചനത്തിന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതല്ലേ എല്ലാ തിന്മയും. തിരുഹൃദയത്തിൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് അവിടെ കുപ്പിയും ആഭാസത്തരവും പിന്നെ ഇനി TV എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാ അക്രമവും അനീതിയും എല്ലാം അതിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് കഷ്ടി ഓഫ് ചെയ്താൽ ഇനി ചിലപ്പോൾ പ്രാർത്ഥനയില്ല, ഇതിനൊരു മുടക്കമില്ല. അതുകൊണ്ട് ഒരു പൂജാമുറി ഇല്ല, ഒരു പ്രാർത്ഥനാമുറി ഇല്ല നമ്മുടെ വീടുകളിൽ പലയിടത്തും. ഇനിയെങ്കിലും ഒരു വീട് പണിയുമ്പോൾ ഒരു മുറി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിന് അവിടെ ഡൈനിങ് ടേബിളും കൊണ്ടുവന്നിട്ട് ഇറച്ചിയും മീനും എച്ചിലും എല്ലാം പറ്റുമെങ്കിൽ രൂപത്തിൻ്റെ നാടയിൽ തന്നെ ഇതെല്ലാം തട്ടുന്നത്. കുപ്പിയും ആട്ടവും പാട്ടും ആഭാസത്തരം, ഒരു ബഹുമാനവും ഇല്ല. എന്താ പറയേണ്ടാത്ത അറിയില്ല. ഒച്ചയും ബഹളവും വഴക്കും എല്ലാം നടക്കും. പക്ഷെ മറ്റു വിജാതിയരുടെയൊക്കെ അവസ്ഥകൾ കണ്ടിട്ടില്ലേ? ഞാൻ ഈ കോടതിയിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ളത്, ജഡ്ജിയുടെ മുമ്പിൽ ആരും പുറംതിരിഞ്ഞ് നിൽക്കാറില്ല. ആ വാതിലിലേക്ക് പുറത്തിറങ്ങുന്നത് വരെ പുറകോട്ട് പോയിട്ട് ഇങ്ങനെ നമിച്ചിട്ടാണ് പോകുന്നത്. മനുഷ്യനായ ഒരു ജഡ്ജിയുടെ മുമ്പിൽ കോടതിയിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ തിരുഹൃദയമൊക്കെ ഞാൻ നേരിട്ട് പോയിട്ടും കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നമുക്ക് എന്തുമാത്രം ഭക്തിയുണ്ട്, എന്താ പറയേണ്ടാത്തത്, എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയുണ്ടോ? ഈശോനെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് വിളിച്ചു വരുത്തിയിരുത്തിട്ട് കളിയാക്കുന്ന സ്വഭാവം, ഇത് തന്നെ ഏറ്റവും വലിയ ബന്ധനമല്ലേ? ഇത് തന്നെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമല്ലേ? ഇതെല്ലാം നമുക്ക് ഒത്തിരി
ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട സമയം അതിക്രമിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിൽ ആരും ഇതുപോലെ പറഞ്ഞിട്ടുമില്ല, പറഞ്ഞാലൊട്ടും നടക്കുകയില്ല. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ നുകം മധുരവും ചുമട് ലഘുവുമാകുന്നു. മത്തായി 11:28-30 വചനങ്ങളാണ് ഈ കേട്ടത്. സംശയാലുവായ ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ, ആ സംശയം മാറാൻ ഉയർത്തെഴുന്നേറ്റ യേശു, അതായത് തൻ്റെ തിരുഹൃദയവും അവിടുത്തെ മുറിപ്പാടുകളും തോമയെ കാണിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ വിളിയും ഈ മനോഭാവം ഉണ്ടോ? ഇന്ന് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും നിരവധിയായ സംശയം, ഭയം, നിരാശ, കുടുംബത്തകർച്ച, ദുശീലങ്ങൾ, ഇവക്കൊക്കെ അടിപ്പെട്ട് ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഈശോയുടെ തിരുഹൃദയത്തെ വിളിക്കേണ്ടതുപോലെ വിളിക്കുന്നുണ്ടോ? വിളിച്ചാൽ നമുക്കും ആശ്വാസവും കരുണയൊക്കെ ലഭിക്കും. കാരണം ആശ്വാസം തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയ ചിത്രവണക്കം ആരംഭിച്ചത് പാരലമോണിയയിലെ വിസിറ്റേഷൻ സഭാംഗമായിരുന്ന വിശുദ്ധയായ മാർഗരീത്ത മറിയത്തിലൂടെയാണ്. ആ വിശുദ്ധയ്ക്ക് തുടർച്ചയായിട്ട് 2 വർഷത്തോളം ഈശോ നൽകിയ ദർശനം മൂലമാണ് നമ്മൾ ഇന്ന് തിരുഹൃദയ ചിത്രം നമ്മുടെ ഭവനങ്ങളിൽ വണങ്ങി പ്രാർത്ഥിക്കുന്നു. 12ഓളം അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശുദ്ധയിലൂടെ വെളിപ്പെടുത്തി. നമ്മുടെ വണക്കമാസ പുസ്തകം തിരുഹൃദയ വണക്കം ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിക്കണം. അതിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മനുഷ്യമക്കളോടുള്ള സ്നേഹത്താൽ ഈശോയുടെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുകയാണ്. അതിൽ കത്തിക്കാളുന്ന ഈ സ്നേഹാഗ്നി ജ്വാലകൾ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് കർത്താവിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ സ്നേഹാഗ്നി ജ്വാലകൾ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ആ ചിത്രം തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതാണ് എന്നാണ് വിശുദ്ധയോട് ഈ വിശുദ്ധ മാർഗരീത്ത മറിയം വെളിപ്പെടുത്തിയത്. ഈ കത്തുന്ന ആ ചിത്രം, ഒരു തുള്ളി വെള്ളം സമുദ്രത്തിലേക്ക് പതിക്കുമ്പോൾ അത് അലിഞ്ഞില്ലാതാകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തീക്കുണ്ടത്തിലേക്ക് വീഴുമ്പോൾ അലിഞ്ഞില്ലാതാകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നിരവധിയായ പാപങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, തകർച്ചകൾ തിരുഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കാം. കർത്താവ് എൻ്റെ ഹൃദയം തുറക്കണേ എന്ന് പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിന് ചുറ്റും കാണുന്ന മുൾക്കിരീടവും മുകളിൽ കാണുന്ന കുരിശും നമ്മുടെ പാപങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ളതാണെന്നാണ് ഈ വിശുദ്ധയ്ക്ക് വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പം നമ്മുടെ പാപങ്ങൾ അത്ര കഠോരവും നമ്മുടെ ഹൃദയം അത്രയ്ക്ക് കഠിനവുമാണ്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കുമെന്നരുളി ചെയ്ത ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്ന്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഹ വിളിച്ചതുപോലെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പട്ടുവ്യാപാരിയായ തിയത്തീറ പട്ടണത്തിൽ നിന്നുള്ള ലിദിയായുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുപോലെ ആ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കർത്താവെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരെയും ഞങ്ങൾ ആരെയെല്ലാം ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമോ, നാട്ടിലും വീട്ടിലും വിദേശത്തും ജോലിക്ക് പോയിട്ടുള്ളവരും പള്ളിയിൽ കയറാത്തവരും കുർബാന സ്വീകരിക്കാത്തവരും കുടുംബ പ്രാർത്ഥനയിൽ കൂടാത്തവരും മദ്യഷാപ്പിലും ബാറിലും ഇരിക്കുന്നവരും കർത്താവേ ഇത്രയും നാളായിട്ട് കുർബാന സ്വീകരിക്കാത്ത കുമ്പസരിക്കാത്ത വ്യക്തി, മകൻ, ഭർത്താവ്, ഭാര്യ, ആ കുടുംബത്തിലുള്ള വ്യക്തികളെക്കുറിച്ചുള്ള വേദനകളെല്ലാം സമർപ്പിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ പലരും തകർന്ന് തരിപ്പണമായ ഹൃദയത്തോടെ കേൾക്കുന്നും പ്രാർത്ഥിക്കുന്നുമുണ്ട്. കർത്താവെ ഒരു പരിഹാരം കൊടുക്കണേ. നിന്നിൽ വിശ്വസിക്കുന്ന ഈ മക്കളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുവപ്പെട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നൽകണമേ. കൂടുതൽ തിരുഹൃദയ ഭക്തിയിൽ ജ്വലിക്കുവാനും ഈശോയുടെ ഹൃദയത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് നൽകണമേ. നിങ്ങളുടെ കമൻസുകൾ അയക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊന്നും അറിയാത്ത കേൾക്കാത്ത ആരും ഞങ്ങളോട് ഇതുവരെ തന്നിട്ടില്ല എന്ന് ഒക്കെ പറയുന്ന പലരിലേക്കും ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾ എത്തിച്ച് പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ജൂൺ മാസം നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. മാലാഖമാരുടെ സഹായം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്
ബ്രദർ ഷൈജു വാദപ്പള്ളി. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളെല്ലാം ഓർക്കുന്നു, കണ്ടിട്ടില്ലെങ്കിലും ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.